ഹായ്, ഹാപ്പി വിഷു. വിഷു ആയിട്ട് എല്ലാവരും അടിച്ചൊക്കെ പൊളിച്ചോ, സദ്യയൊക്കെ കഴിച്ചോ? ഇവിടെ കാലിക്കറ്റിലൊക്കെ വിഷു നല്ല ആഘോഷമാണ് കേട്ടോ. ഞാൻ കൊല്ലത്തായിരുന്നപ്പോ അത്ര വലിയ ആഘോഷമൊന്നുമില്ല, കണി കാണാൻ ജസ്റ്റ് സദ്യ കഴിക്കുക അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ കാലിക്കറ്റിൽ അങ്ങനെയല്ല, അത് അത്യാവശ്യം നല്ലൊരു ആഘോഷം. അതായത് ഓണത്തിനേക്കാളും എനിക്കൊന്ന് കുറച്ചുകൂടി വിഷു പെരുന്നാളൊക്കെയാണെന്ന് തോന്നുന്നു എല്ലാവരും ആഘോഷിക്കുന്നത്. അപ്പൊ കാലിക്കറ്റ് ആയതുകൊണ്ട് അടിപൊളിയായിട്ട് വിഷു ഒക്കെ ആഘോഷിച്ചു, സദ്യയൊക്കെ കഴിച്ചു, കുറച്ചൊന്ന് ഉറങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ചെയ്യാണ്ടിരിക്കണ്ട, ഒരു വാച്ചിന്റെ വീഡിയോങ്കിലും ചെയ്യാം, കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് വന്നതാട്ടോ. അപ്പൊ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഫോസിലിന്റെ വാച്ചാണേ. ജെൻസിന് യൂസ് ചെയ്യുന്ന ഫോസിലിന്റെ വാച്ചാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പം ഏത് നമ്മൾ ഓൺലൈൻ സൈറ്റിലൊക്കെ നോക്കിയാലും ഫോസിൽ ഇങ്ങനെ കുറെ വീഡിയോസ് നമ്മൾ കാണുന്നില്ലേ വാച്ചസിന്റെ ഒക്കെ. കൂടുതൽ എനിക്ക് തോന്നുന്നു സ്മാർട്ട് വാച്ചിന്റെ വീഡിയോസ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് ഡിജിറ്റലും അനലോഗും കൂടി ആയിട്ടുള്ളൊരു വാച്ചാണ് കേട്ടോ. ഇതിന്റെ തന്നെ ഫോസിലിന്റെ ഈ വാച്ചിന്റെ ഈ മോഡലിന്റെ 4 കളേഴ്സ് ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് സിൽവർ ആണ് കേട്ടോ. കാണുന്നുണ്ടോ? നല്ല ഹെവി ആയിട്ടുള്ള ചെയിൻ ഒക്കെയാണ് കേട്ടോ. നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല നല്ല വെയിറ്റ് ആണ് കേട്ടോ. എനിക്കിപ്പോ പിടിക്കുമ്പോൾ തന്നെ ലോക്കൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഫസ്റ്റ് കോപ്പിയാണ് വരുന്നത്. ലാസ്റ്റ് ഞാൻ ഇതിന്റെ പ്രൈസ് പറയും, അപ്പോഴ് ഒരു ചെറിയൊരു ഞെട്ടലൊക്കെ ഫീൽ ചെയ്യും. ഫസ്റ്റ് കോപ്പി ഇത്രയും നല്ല ഫിനിഷിംഗ് ഒക്കെ ഉള്ള മോഡൽ ഈ റേറ്റേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് വേറെ ഓൺലൈൻ സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് കയറി നോക്കണേ ഇതിന്റെ പ്രൈസ് എത്രയെന്ന് അറിയണമെങ്കിൽ. ഞാൻ മിക്കപ്പോഴും കാണാറുണ്ട് ഒരു 3000 എബോവ് വെച്ചിട്ടൊക്കെയാണ് പ്രൈസ് ഇത് വരുന്നത്. ചിലതൊരു 2000 എബോവ്, അതായത് ഒരു 7000 ഒക്കെ ഒരു ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് ആ റേറ്റിന് കൊടുക്കുന്നത്. ബ്ലാക്ക് കളർ നല്ല ഫിനിഷിംഗ് ആണ്, വർക്കൊക്കെ ലോക്കൊക്കെ എല്ലാത്തിനും സെയിം തന്നെയാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അടുത്തതൊരു ഗോൾഡ് കളറാണ്. ഇത് ഈ ചെയിന്റെ പുറത്തൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഒരു, അതുകൊണ്ട് ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. ചെയിന്റെ ഒക്കെ വർക്കൊക്കെ നല്ല ഫിനിഷിങ്, നല്ല ഗ്ലേസിങ് പോലെ ഇരിക്കുന്നു കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഇങ്ങനെ തൊടുമ്പോഴേക്കെ. എനിക്ക് ഡയലൊക്കെ നോക്ക്, ഭയങ്കര രസമുണ്ട് കണ്ടോ. നെക്സ്റ്റ് വരുന്നത് കോപ്പർ കളർ. ഇത് ഏകദേശം നമ്മൾക്ക് ജെൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന അത്രയും കളേഴ്സ് ഇതിലിപ്പോ ഈ ചെയിനിൽ അവൈലബിൾ ആണ്. ഗോൾഡ്, കോപ്പർ, ബ്ലാക്ക്, സിൽവർ. ചിലർ സിൽവർ കളർ സ്ക്വയർ ഡയലൊക്കെ ചോദിക്കും, കൂടുതലും ചോദിക്കാറുണ്ട്. പക്ഷെ എല്ലാ വാച്ചസിന്റെ മോഡലിലൊന്നും സിൽവർ കളർ ഈ സ്ക്വയർ ഡയൽ വരുന്നത് ചിലപ്പോൾ എല്ലാം കാണാറില്ല, അത് പ്രത്യേകിച്ച് ചെയിനിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വാച്ച് ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞിരുന്നില്ലേ ഓരോ സൈറ്റിലും ഓരോ റേറ്റ് ആണ്. ഇത് നോക്ക്, 1999, 6400 സംതിങ്ങിന്റെ ആണ്. നെക്സ്റ്റ് വരുന്നത് 5400 സംതിങ്ങിൻ്റെത് 2094 രൂപ. അടുത്തത് നോക്കി 6449, 3099 രൂപ. അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1500 രൂപയാണ്. അപ്പോൾ 1500 രൂപയ്ക്ക് നല്ല ലാഭമാണെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ഞാൻ സെയിൽ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ വാച്ച് സെയിൽ ആവാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പറയുന്നതല്ല. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യുക. കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടാലും മതി, ഞാൻ കമന്റ് ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ എൻ്റെ ചാനലൊന്ന്, യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനൂടെ ശ്രമിക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വാച്ച് വാങ്ങിക്കാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുന്ന കണ്ടിട്ട് ഏതെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും വാങ്ങുവാണെങ്കിലോ, കാര്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. കാര്യം ഈ ഒരു റേറ്റിനൊന്നും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന വാച്ചസ് ഒന്നും നിങ്ങൾക്ക് ഓരോ ഷോപ്പിൽ നിന്നും കിട്ടില്ല. അത് 100% ഞാൻ ഉറപ്പ് പറയുന്ന കാര്യമാണ്. പിന്നെ എന്നാൽ ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് ലാഭം എന്നൊക്കെ ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് വീഡിയോയിൽ, ഞങ്ങൾ ഹോൾസെയിൽ ഡീലറാണ്. ഞാൻ പ്രത്യേകിച്ച് ഒരു ലാഭം എടുക്കാതെയാണ് ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം എനിക്ക് കസ്റ്റമേഴ്സിനെയാണ് ആവശ്യം. ഞാനൊരു കൊറിയർ ചാർജ് പോലും വാങ്ങാറില്ല. കാര്യം എനിക്ക് കസ്റ്റമേഴ്സിനെ വേണം. ഒരു കുറച്ച് വർഷങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ ബിസിനസ് ഒന്ന് ഡെവലപ്പായി വരുന്ന സമയത്ത് ഞാൻ കൊറിയർ ചാർജ് ഒക്കെ വാങ്ങിച്ചോളാം. പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴും, നമുക്ക് വർക്ക് ചെയ്തിരുന്നവരൊക്കെ ആകുമ്പോഴേ വെറുതെ ഇരിക്കുമ്പോഴും നമുക്ക് കുറെ സമയം ബോറടിക്കുമല്ലോ. അപ്പൊ എന്തിലെങ്കിലും ഒന്ന് എൻഗേജ്ഡ് ആവണമല്ലോ എന്നൊക്കെ വെച്ചിട്ടാണ്. മോള് സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാമല്ലോ. മോളിപ്പോ കുഞ്ഞാണ്, ഒരു വർഷം കൂടി കഴിയുമ്പോൾ സ്കൂളിലാക്കുമല്ലോ. അപ്പോൾ എനിക്കൊരു ജോബ് എന്തായാലും വേണമല്ലോ. അപ്പൊ നമ്മുടെ ഒരു ഓൺ ബിസിനസ് ഉള്ളപ്പോൾ അത് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ചെയ്യാമെന്ന് എഴുതിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. കുറെ ആൾക്കാർ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ പറയുന്നുണ്ട്, ഞാൻ മൈൻഡ് ചെയ്യാറൊന്നുമില്ല. ചില സമയത്ത് സങ്കടമൊക്കെ തോന്നും, പക്ഷെ എന്നാലും നെവർ മൈൻഡ്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.